പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ CPM-ന് തിരിച്ചുവരവ് സാധ്യത തുലം കുറവാണ് എന്ന് ഒരു വാദം ഈ വീഡിയോയിലൂടെ ഞാൻ ഉന്നയിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി ഞാൻ ഈ പാർട്ടിയുടെ യുവ നേതൃത്വത്തിലെ ഒരു അഹങ്കാരിയുടെ പ്രസംഗം നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, ഒരു പാർട്ടിയുടെ ഭാവി എന്ന് പറയുന്നത് അതിൻ്റെ യുവ നേതൃത്വമാണ് എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറ്. എന്നാൽ CPM-ൻ്റെ യുവ നേതൃത്വത്തിലെ ഒരു പ്രധാനിയുണ്ട്. ആ പ്രധാനിയുടെ പ്രസംഗം ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളൊന്ന് കേൾപ്പിക്കും. ആ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഈ പ്രസ്ഥാനത്തിന് ഇനി ഒരു സാധ്യതയും കേരളത്തിലില്ല എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പാർട്ടിയുടെ യുവ നേതൃത്വത്തിൻ്റെ ഒരു മുഖമായി നമ്മുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവിൻ്റെ ഒരു പ്രസംഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ആ നേതാവിൻ്റെ പേരാണ് ശ്രീമാൻ M. സ്വരാജ്. അയാളെ ഒരു തവണ ജയിപ്പിക്കുന്ന ഒരു തെറ്റ് 2016 തോന്നുന്നു തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ ചെയ്തു. എന്നാൽ ആ തെറ്റ് പിന്നീട് 2021 അവർ തിരുത്തി. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി അയാൾ മത്സരിച്ചു. അത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു. അവിടെയും ആ തെറ്റ് ജനങ്ങൾ തിരുത്തി. അങ്ങനെ അയാളെ നിയമസഭയിലേക്ക് കയറ്റേണ്ടതില്ല എന്ന് ജനങ്ങൾ 2 തവണ തീരുമാനിച്ചു. അതോടുകൂടി എനിക്ക് തോന്നുന്നു പാർട്ടിയും അയാളെ ഇനി മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാൽ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് പോലും വരാൻ യോഗ്യതയുള്ള ഒരാളാണ് അയാൾ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ പല കോണുകളിലും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇയാളെപ്പോലുള്ള ആളുകളാണ് നേതൃത്വത്തിലേക്ക്, CPM-ൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്നതെങ്കിൽ ആ പാർട്ടി ഒരു കാലത്തും ഒരു കാരണവശാലും കേരളത്തിൽ തിരിച്ചു വരില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് ഞാൻ പറയുന്നു. നമ്മൾ M. സ്വരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അയാളാണ് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നുള്ള നിലയിലുള്ള സംസാരം നടത്തിയത് എന്നുള്ള നിലയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് അന്ന് നമുക്കറിയാം VS തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ CPM-ൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ചും CPM-ൻ്റെ യുവ നേതൃത്വത്തിൽ നിന്ന് പോലും പറയേണ്ട CPM-ൻ്റെ മൊത്തം നേതൃത്വത്തിൽ ഇത്രയേറെ അഹങ്കാരിയായിട്ടുള്ള, ഇത്രയേറെ താൻ പ്രമാണിത്വമുള്ളതായിട്ടുള്ള, ഇത്രയേറെ ഞാനെന്ന ഭാവം അയാളുടെ മുടി മുതൽ അയാളുടെ കാലിലെ നഖം വരെ പ്രകടിപ്പിക്കുന്ന വേറൊരു നേതാവ് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാമല്ലോ, കേരളത്തിലെ CPM-ലെ ഈ പറഞ്ഞ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് ഒരു നേതാവ് പറയുമ്പോൾ അയാൾ എത്രക്കാരനായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷേ അയാൾ അതിനുശേഷം അയാളുടെ അഹങ്കാരം നിരന്തരമായി അയാൾ പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു. അയാൾ 2016-21 കാലത്താണെന്ന് തോന്നുന്നു അയാൾ നിയമസഭയിൽ ഉണ്ടായിരുന്ന ആ ഘട്ടത്തിലൊക്കെ തന്നെ അയാളുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അതിലൊക്കെ ഈ പറഞ്ഞ പോലെ വിജൃംഭിച്ച് നിൽക്കുന്ന വികാരം അഹങ്കാരമാണ് എന്ന് നമുക്കറിയാം. എന്നുവെച്ചാൽ ഒരു പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ ഈ എതിർഭാഗത്ത് നിൽക്കുന്നവരെ വെറും തൃണമായി കാണുന്ന, താൻ എന്തോ ആണ് എന്നങ്ങ് ധരിച്ചു വശായി വച്ചിരിക്കുന്ന, ശരീരത്തിലെ ഓരോ കോശങ്ങളിലും ഈ അഹങ്കാരം വിജൃംഭിച്ച് നിൽക്കുന്ന ഒരു നേതാവിൻ്റെ പേരാണ് ശ്രീമാൻ M. സ്വരാജ്. അയാൾ കുറച്ച് നാൾ മുമ്പ് നമുക്കറിയാം, കുറച്ച് നാൾ മുമ്പ് മറ്റേ പയ്യന്നൂരിലെ ആ ഫണ്ട് തട്ടിപ്പൊക്കെ വന്നതിനെ തുടർന്ന് ഈ M. വി. ഗോവിന്ദൻ നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ M. വി. ഗോവിന്ദൻ അതിരുവിട്ട് സംസാരിക്കുന്നതിനെ തുടർന്ന് M. വി. ഗോവിന്ദനെ 1-2 ആഴ്ച പാർട്ടി തന്നെ മാറ്റി നിർത്തിയ സമയത്ത് പത്രക്കാരോട് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഈ അഹങ്കാരിയായിട്ടുള്ള ഇയാളായിരുന്നു, ഈ M. സ്വരാജായിരുന്നു. ആ സമയത്തും അയാളുടെ അഹങ്കാരം വിജൃംഭിച്ച് നിൽക്കുന്ന സംസാരങ്ങളൊന്നും ചർച്ചയായതാണ്. നമുക്കറിയാമല്ലോ, അന്ന് അയാൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, കള്ളന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ മുന്നിൽ യഥാർത്ഥ കണക്കുകളുമായി CPM എത്തേണ്ട ഗതികേടൊന്നുമില്ല എന്ന് ഈ അഹങ്കാരി എന്ന് പറഞ്ഞിരുന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇപ്പോൾ പയ്യന്നൂർ MLA ആയിട്ടുള്ള V. കുഞ്ഞികൃഷ്ണനെ കുറിച്ചിട്ടാണ് ഈ അഹങ്കാരി
കള്ളൻ എന്ന് പറഞ്ഞത്. അപ്പം എന്തും പറയാമെന്നാണ് ഈ അഹങ്കാരിയുടെ ഒരു ധാരണ. അയാളെ പത്രസമ്മേളനം നടത്താനൊക്കെ ഏൽപ്പിച്ചതോടുകൂടി അയാളെന്തോ ആണെന്നുള്ള ധാരണ അയാളുടെ തലയ്ക്ക് പിടിച്ചിട്ടാണ് ഇതുപോലുള്ള അസംബന്ധങ്ങൾ അയാൾ വിളിച്ചു പറഞ്ഞത്. അയാൾ കള്ളൻ എന്ന് പറഞ്ഞ പി കുഞ്ഞികൃഷ്ണനെ തങ്ങളുടെ MLA ആയി പയ്യന്നൂരിലുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്തു. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ അഹങ്കാരി, ഈ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളിലും അഹങ്കാരം വിജൃംഭിച്ച് നിൽക്കുന്ന ഈ അഹങ്കാരി ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി. അത് കോഴിക്കോട് എവിടെ വെച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് വിജയൻ്റെയും മകളുടെയും വീട്ടിൽ ED വന്ന് റെയ്ഡ് നടത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു കൂട്ടം CPM ഗുണ്ടകൾ ആ റെയ്ഡ് നടത്താൻ വന്ന, ചോദ്യം ചെയ്യൽ നടത്താൻ വന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ ആ കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസിയുടെ വണ്ടികൾ ചീമുട്ട എറിഞ്ഞും ചുടുകറ്റ എറിഞ്ഞുമൊക്കെ തല്ലി തകർക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ പ്രാകൃതമായിട്ടുള്ള ആ സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ സംഭവം നടന്നതിനെ തുടർന്ന് ഈ അഹങ്കാരി കോഴിക്കോട് മറ്റു നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇനി നിങ്ങളൊന്ന് കേൾക്കണം. ചിലരെന്ന് വല്ലാതെ വിഷമിക്കുന്നു. മനോരമയുടെ പ്രധാന വാർത്തയുടെ തലക്കെട്ട് EDയെ ആക്രമിച്ചു എന്നാണ്. മനോരമയ്ക്ക് തെറ്റുപറ്റിയതാണ്. EDയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊരു അക്രമമേ അല്ല. സമാധാനപരമായി മാത്രമേ പ്രതിഷേധിക്കാൻ പാടുള്ളൂ എന്ന് ഇടതുപക്ഷ പാർട്ടികളുടെ എല്ലാം നേതൃത്വം കർശനമായി തീരുമാനിച്ചിരുന്നതാണ്. അതുകൊണ്ട് കണ്ണൂരോ കോഴിക്കോട്ടോ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. 101% സമാധാനപരമായി ജനാധിപത്യപരമായി പ്രതിഷേധം പ്രകടിപ്പിച്ചു. പിന്നെ മനോരമയ്ക്ക് മറ്റു ചിലർക്കും ഹൃദയവേദനയുണ്ടായ വാഹനത്തിന്റെ ചില്ലുപൊട്ടിയ സംഭവം തിരുവനന്തപുരത്താണ് ഉണ്ടായത്. ഉടനെ ഉണ്ടാകുന്ന ആർക്കും നിയന്ത്രിക്കാനാവാത്ത ഒരു ചെറിയ പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിനൊന്നും സ്വാഗതം ചെയ്യുന്നവരല്ല. പക്ഷെ അത് കാണുമ്പോഴേക്ക് ആക്രമിച്ചു എന്നൊന്നും വലിയ വായിൽ പറയരുത്. അത് ആ ഘട്ടത്തിൽ ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാതെ പോയ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിലെ തീവ്രമായി പ്രതികരിക്കുന്ന ഏതോ ചില ആളുകൾ ആ ഘട്ടത്തിൽ ഒരു നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ടാവും. അതുണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. അതിനൊന്നും ഞങ്ങൾക്ക് മടിയില്ല. സുഹൃത്തുക്കളെ, ആ പ്രസംഗം കേട്ടല്ലോ. അഹങ്കാരത്തിന്റെ ആൾരൂപം എന്നത് അല്ലാതെ ആ പ്രസംഗത്തെക്കുറിച്ച് നമുക്കെന്താ പറയാൻ കഴിയുന്നു? അഹങ്കാരത്തിന്റെ ആൾരൂപം, ശരീരത്തിലാകമാനം അഹങ്കാരം വിജൃംഭിച്ചിൽ നിൽക്കുന്ന ഒരാൾ രൂപം, അതാണ് ഈ സ്വരാജ് എന്ന് പറയുന്ന നാട്ടിലുള്ള ഈ CPM നേതാവ്. അയാൾ അതിനകത്ത് പറയുകയാണ് അക്രമം ഇതൊന്നുമല്ല കേട്ടോ, അക്രമം ഇങ്ങനെയൊന്നുമല്ലെന്ന്. അതായത് CPMകാർ സാധാരണ അക്രമം നടത്തുമ്പം ഇതുപോലൊന്നുമല്ല നടത്താറ് അയാൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അക്രമത്തിൻ്റെ അതിൻ്റെ മൊത്തക്കച്ചവടക്കാർ ഞങ്ങളാണ്, ഞങ്ങൾക്ക് എങ്ങനെ ആക്രമണം നടത്തണമെന്ന് അറിയാം എന്ന് അയാൾ പറഞ്ഞ് അതിലയാളങ്ങ് ആവേശം കൊള്ളുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞ എന്താണ്? ജനസഞ്ചയം ആർത്തിരമ്പി വന്നപ്പോൾ ആ ജനസഞ്ചയത്തിൻ്റെ സ്വാഭാവികമായ ഒരു പ്രതികരണമായിരുന്നു അത്രേ ഈ ചീമുട്ടയേറും ഈ ഇട്ടികയേറും ഒക്കെ തന്നെ. ഞാൻ പറഞ്ഞു, ഉളുപ്പുണ്ടോ ഇയാൾക്ക്? ഉളുപ്പുണ്ടോ? അതായത് വിജയനെയും മകളെയും ചോദ്യം ചെയ്തതിന് ശേഷം, അത് നിയമപരമായിട്ടാണ് ചോദ്യം ചെയ്യുന്നത്, കോടതിയുടെ ഒരു തീരുമാനത്തെ തുടർന്നിട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്ന് ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്തിട്ട് അല്ലെങ്കിൽ നിയമപരമായി ചോദ്യം ചെയ്തിട്ട് അവരിറങ്ങുമ്പോൾ ആ നിയമപരമായി ചോദ്യം ചെയ്യാൻ അവർ വന്ന വണ്ടി CPMന്റെ ഏതാനും ഗുണ്ടകൾ തല്ലി തകർത്ത സംഭവം, ആ സംഭവത്തെയാണ് ഈ അഹങ്കാരിയുടെ ആൾരൂപമായിട്ടുള്ള ഈ M സ്വരാജ് എന്ന് പറയുന്ന ഇയാൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ജനസഞ്ചയം ആർത്തിരമ്പി വന്നുവെന്ന്. ഇയാൾ ഏത് കണ്ണുകൊണ്ടാണ് ഇതിനൊക്കെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെയാണ് ഈ ജനസഞ്ചയം ആർത്തിരമ്പി വന്നത്? ആകെ 100-300 ആളുകൾ
വിജയൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നു. അതിൽ പകുതിയിൽ കൂടുതലും ഗുണ്ടകളായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ ഗുണ്ടകൾ അവിടെ വന്ന് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വണ്ടി കല്ലും കട്ടയും വടിയുമൊക്കെ കുന്തവുമൊക്കെ ആയി അടിച്ചു തകർത്തതിനെ ഈ അഹങ്കാരത്തിൻ്റെ ആൾരൂപമായിട്ടുള്ള ഇയാൾ പറയുകയാണ് ജനസഞ്ചയം ആർത്തിരമ്പി വന്നപ്പോൾ ഉണ്ടായ സ്വാഭാവിക പ്രതികരണമെന്ന്. ഇയാൾ ഏത് ലോകത്താണ് ഇയാൾ ജീവിക്കുന്നത്? ഇയാൾ ഏതോ സ്വപ്ന ലോകത്ത് ഇയാൾ ജീവിക്കുകയാണ്. ഗുണ്ടകൾ വന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വണ്ടി അടിച്ചു തകർത്തു. അവിടെ ഒരു 100-300 ആൾ കൂടി. ഇയാൾ ജനസഞ്ചയത്തിൻ്റെ കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ? ഇയാൾ അന്വേഷിച്ച് നോക്കണം. എന്താ അന്വേഷിച്ച് നോക്കേണ്ടത്? കേരളത്തിലെ CPM-ൻ്റെ ഏറ്റവും പരമോന്നത നേതാവ്, കേരളത്തിൽ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നയാൾ, കേരളത്തിൽ 16 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നയാൾ, കേരളത്തിലെ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അയാളെ 8 മണിക്കൂർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്ന് ചോദ്യം ചെയ്തിട്ട് എനിക്ക് ഈ അഹങ്കാരിയോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ എത്ര സ്ഥലത്ത് പ്രകടനം നടന്നു? എത്ര സ്ഥലത്ത് പ്രകടനം നടന്നു പറയൂ. ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള കണക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 10-15 സ്ഥലത്താണ് പ്രകടനം നടന്നത്. 10-15 സ്ഥലത്ത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് ഈ അഹങ്കാരി വന്നിരുന്ന്, ഈ താൻ പ്രമാണിത്വം മാത്രമുള്ള ഇയാൾ വന്നിരുന്ന്, അഹങ്കാരത്തിൽ ആറാടുന്ന ഇയാൾ വന്നിരുന്ന് ജനസഞ്ചയം ആർത്തിരമ്പി വന്നപ്പോൾ ഈ ജനസഞ്ചയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇയാൾക്ക് വല്ല പിടിയുണ്ടോ? 300 പേരാണോ ജനസഞ്ചയം? ഒന്നുമല്ല. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതാണ് CPM-ൻ്റെ പൊതു നേതൃത്വം. CPM-ൻ്റെ പൊതു നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ അഹങ്കാരിയായിട്ടുള്ള ഈ നേതാവ് M സ്വരാജ് എന്ന് പറയുന്നയാൾ. ഇതുപോലുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നതാണ് ഈ പാർട്ടി എന്നുള്ളത് കൊണ്ടാണ് ഈ പാർട്ടിയുടെ തിരിച്ചുവരവ് സാധ്യതകൾ വളരെ വളരെ തുലവും കുറവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെയുള്ള നേതാക്കന്മാരെ വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരടി മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയുമോ സുഹൃത്തുക്കളെ? ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.